കഴിഞ്ഞ ദിവസം നമ്മുടെ സിറ്റ് ഔട്ട് അല്ല ലിവിങ് ഏരിയ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും അധികം ചോദിച്ചത് ഇപ്പിട്ടിരിക്കുന്ന ഈ ഏഷ് ഡ്രസ്സ് എവിടെ നിന്നാണ് ശ്രീ മേടിച്ചതെന്നായിരുന്നു കേട്ടോ. കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. സിവാമിയുടെ ബ്രാൻഡാണ്. നല്ല ഓഫറിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മളത് മേടിക്കില്ലേ, അതുപോലെ മേടിച്ചതാണ് കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, മാത്രമല്ല ഒട്ടും സീത്രൂ അല്ല. ഇതിന്റെ ആ ഡിസൈനും അതുപോലെ തന്നെ ഫെയ്ഡ് ആവാത്ത ആ ഒരു കളറിങ്ങും ഒക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നും. മാത്രമല്ല വീണ്ടും വീണ്ടും മേടിക്കാൻ തോന്നും. ഇത് ഏഷാണ് കേട്ടോ കളറ്. ഇത് നമുക്ക് ഇടുമ്പോൾ നമ്മൾ ഭയങ്കര സ്ലിം ആയിട്ടും അതുപോലെ തന്നെ ശരീരത്തിൽ ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാത്ത പോലെ എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ ശരീരത്തോട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഹോം ഈസ് ദി മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ്. അവിടെ നൈറ്റ് ഇട്ട് നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേയറ്റാണല്ലേ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ഡ്രസ്സും. പിന്നെ നമ്മൾ കാണുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു മെറൂൺ ആണ്. ഇത് കുറച്ച് സീത്രൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ സാറ്റിൻ കൈൻഡ്, ഒരു പോളിസ്റ്റർ കൈൻഡ് ഒക്കെയാണ് വരുന്നത്. ഇത് ചൂടെടുക്കും. ബാക്കി മറ്റേത് രണ്ടും കോട്ടൺ ആണ് കേട്ടോ. പക്ഷേ ഇതും കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഭയങ്കര അഫോർഡബിൾ ആണ് ഈ രണ്ടെണ്ണം കേട്ടോ. ഇതിൽ കുറച്ച് നീളം കുറവുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്കിന്നി ആയിട്ട് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുള്ളവർ ഈ ഡ്രസ്സ് ചൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഭേദം. സാധാരണ കോട്ടൺ നൈറ്റ് ഇടുമായിരിക്കും. പക്ഷേ ഇതിടുമ്പോൾ നമുക്കൊരു റോയൽ ഫീലാണ് ഉണ്ടാവുക എന്നുള്ളത് വേറൊരു കാര്യം. നമുക്ക് എന്തായാലും ഈ പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. വീട്ടിലാണെങ്കിൽ ഊരിയിടുന്ന ഡ്രസ്സുകളൊക്കെ അമ്മ മടക്കി വെച്ചേനെ. ഇവിടെ അത് നടക്കില്ല, നമ്മൾ തന്നെ മടക്കി വെക്കണം. ഈ കാണുന്ന സോഫ ഉണ്ടല്ലോ, വലുതായിട്ടാണ് നമ്മൾ പണിതിരിക്കുന്നത് കേട്ടോ. കിടന്നുറങ്ങാൻ പാകത്തിനുള്ള ഒരു കട്ടിൽ വലുപ്പത്തിൽ. അതുമ്പോൾ ഒരു സീറ്റ് കവർ ഇടാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ മാതള നാരങ്ങ ഇരുന്ന് അതുമ്പോൾ കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ചെറിയ ചെറിയ കുത്തുകൾ വീഴുന്നുണ്ട്. അപ്പോൾ ഈ മെറൂൺ കളറുള്ളത് മേടിച്ചത് നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ. 4 കിട്ടുന്നുണ്ടായിരുന്നു ഈ സോഫയുടെ കവറുകൾ. നമ്മൾ പക്ഷേ 2 ഉപയോഗത്തിൽ വന്നുള്ളൂ കേട്ടോ. 2 ബാക്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ സോഫകൾക്ക് ഉപയോഗിക്കുന്ന പോലെ. പക്ഷെ നമുക്ക് ബാക്കിൽ ഇടാനായിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ ഓഫ് സ്പേസോ ഒന്നുമില്ല. കാരണം അവിടെ ഒരു പട്ടിക മാത്രം അടിച്ചിട്ട് അതുമ്മേ വെൽവെറ്റ് റെക്സിൻ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ യെല്ലോ കളറിലുള്ളതും അതുപോലെ തന്നെ ബേജ് കളറിലുള്ളതും കുഷ്യൻ കവർ ഇന്ന് മാറ്റിയിടാം കേട്ടോ. 24 ഇഞ്ചിന്റെ കുഷ്യൻസുകളാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ചെറുതും ഉണ്ട്. അങ്ങനെ ഒരു 6 അതുപോലെ തന്നെ 12 കുഷ്യനുകൾ ഉണ്ട് കേട്ടോ. ഇത് ഒട്ടും ചേരണില്ല, ഒട്ടും ഇതിന് ഫിറ്റ് ആവണ്ടായിരുന്നില്ല. ചേരണില്ല എന്നല്ല, ഫിറ്റ് ആവണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ കുത്തി കയറ്റിയിട്ടിട്ടുണ്ട്. എനിക്ക് മഞ്ഞ കളർ അത്ര ഇഷ്ടമായ കാരണം കൊണ്ടാണ് കേട്ടോ. മഞ്ഞ കളറിൽ 24 വേറെ കവറുകളൊന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് വൈബിന് വേണ്ടിയിട്ട്. പിന്നെ ആ തിളക്കം കണ്ടപ്പോൾ ഞാനത് മാറ്റി ആഷിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ആഷ് 2 കളറാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടും 2 മെറ്റീരിയലും 2 പാറ്റേണുമാണ്. അപ്പോൾ നടുക്കിലത്തേന് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫർ മെറ്റീരിയൽ പോലത്തെ ആയിരുന്നു. ഇത് സാധാരണ വെൽവെറ്റും ഇതും ഒരു ഫർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് വൈബ് പിടിക്കണം എന്നുള്ള ഞാൻ വേറെ എന്തൊക്കെയോ വൈബ് പിടിച്ചിട്ടുണ്ട്. ആ റെഡ് ഇത്തിരി മേച്ചുറവുണ്ടോ? കമന്റ്